ശംശാനിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം AD 95 എഫേസസിൽ വെച്ച് എഴുതി പൂർത്തിയാക്കപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. യേശുയുടെ പ്രിയ ശിഷ്യനായ വിശുദ്ധ യോഹന്നാൻ യേശുവിൻ്റെ വക്ഷസ്സിൽ ചാരിയിരുന്നു കൊണ്ട് യേശുവിൻ്റെ ഹൃദയ സ്പന്ദനങ്ങളും തുടുപ്പുകളും അറിഞ്ഞ ആ ശിഷ്യൻ എഴുതിയതാണ് ഈ ഗ്രന്ഥമെന്നും ഈ ഗ്രന്ഥത്തിന് ജീവൻ്റെ സുവിശേഷമെന്നും വിശ്വാസത്തിൻ്റെ സുവിശേഷമെന്നും അടയാളങ്ങളുടെ സുവിശേഷമെന്നും വിശേഷിപ്പിക്കപ്പെടുന്നുണ്ട്. ഈ ഗ്രന്ഥം എഴുതിയതിൻ്റെ ഉദ്ദേശം യേശു ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നതിനും അങ്ങനെ വിശ്വസിക്കുക നിമിത്തം നിങ്ങൾക്ക് അവൻ്റെ നാമത്തിൽ ജീവൻ ഉണ്ടാകുന്നതിനും വേണ്ടിയാണ്. യേശുവിൽ പൂർത്തിയായ രക്ഷാകര രഹസ്യം വെളിപ്പെടുത്താനാണ് ഗ്രന്ഥകർത്താവിൻ്റെ ശ്രമം. അങ്ങനെ എല്ലാവരും യേശുവിൻ്റെ വ്യക്തിത്വത്തെ അതിൻ്റെ എല്ലാ സവിശേഷതകളോടും കൂടെ മനസ്സിലാക്കി വിശ്വാസത്തിലെത്തിച്ചേരണമെന്നും അതുവഴി നിത്യജീവനിൽ പങ്കുവരാൻ ഇടയാകണമെന്നും അദ്ദേഹം അഭിലഷിക്കുന്നു. ഇക്കാരണത്താലാണ് അതിന് വിശ്വാസത്തിൻ്റെ സുവിശേഷമെന്നും ജീവൻ്റെ സുവിശേഷമെന്നും വിളിക്കപ്പെടുന്നത്. ഇത് വിശുദ്ധ യോഹന്നാൻ തന്നെയാണ് എഴുതിയത് എന്നുള്ളതിന് 19-ാം അധ്യായം 35-ാം വാക്യത്തിലും 21-ാം അധ്യായം 24-ാം വാക്യത്തിലും നമുക്കത് കാണാൻ സാധിക്കും. ഇതെല്ലാം ഈ ശിഷ്യൻ തന്നെയാണ് ഇക്കാര്യങ്ങൾക്ക് സാക്ഷ്യം നൽകുന്നതും ഇവ എഴുതിയതും. അവൻ്റെ സാക്ഷ്യം സത്യമാണെന്ന് ഞങ്ങൾക്കറിയാം എന്നുള്ള ആ വാക്യത്തിലൂടെ നമുക്കത് കാണാൻ സാധിക്കും. യോഹന്നാൻ സുവിശേഷം 21 അധ്യായങ്ങളിലായിട്ടാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. ഈ സുവിശേഷം നമുക്ക് മനസ്സിലാക്കുന്നതിനും അതിൻ്റെ ഓരോ വചനങ്ങളും നമുക്ക് പ്രയോജനപ്രദമാകുന്നതിനും യേശുവിൻ്റെ പ്രിയ ശിഷ്യരായിട്ട് നമുക്കും ജീവിക്കാനുള്ള എല്ലാ കൃപയും ലഭിക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് നമ്മൾ നയിക്കപ്പെടാനായിട്ട് യേശുവിൻ്റെ വചനത്തിൽ നൽകിയിരിക്കുന്ന എല്ലാ വാഗ്ദാനങ്ങളും കൃപകളും അനുഗ്രഹങ്ങളും നമുക്ക് പ്രാപിക്കാനായിട്ടും ആ വചനത്തിലൂടെ തരുന്ന മുന്നറിയിപ്പുകൾ നമുക്ക് മനസ്സിലാകുന്നതിനും നമ്മൾ വിശ്വാസത്തിൽ ആഴപ്പെടുവാനും നിത്യജീവനിലോട്ട് എത്തിച്ചേരപ്പെടാനൊക്കെ ആയിട്ട് ദൈവം നമ്മളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.